2025 ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ 26 വിനോദസഞ്ചാരികളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഭീകരാക്രമണം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ ഞെട്ടിച്ചിരുന്നു. സമാധാനത്തിലായിരുന്ന കാശ്മീരിൽ വീണ്ടും ആശങ്കയുടെയും അശാന്തിയുടെയും നിഴൽ പതിച്ചിരിക്കുകയാണ്. ലഷ്കർ-ഇ-തോയ്ബ എന്ന പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുടെ മറവായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. ലഷ്കർ കമാൻഡർ സൈഫുള്ള കസൂരിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഈ ഭീകര സംഭവം അതിർത്തി കടന്നുള്ള സാധാരണ ആക്രമണം മാത്രമായിരുന്നില്ല. ഇരകളോട് അവരുടെ മതം ചോദിച്ചറിഞ്ഞ ശേഷം കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുകയും അതിനുശേഷമാണ് അവരെ കൊലപ്പെടുത്തിയതെന്നുമാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. കാശ്മീരിലെ ഭീകരാക്രമണങ്ങളുടെ രീതിയിൽ ഇത് ഒരു ഭയാനകമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെ കൂടുതൽ സംശയാസ്പദമാക്കുന്നത് ഈ ആക്രമണത്തിൻ്റെ സമയവും സന്ദർഭവുമാണ്. കൂട്ടക്കൊലയ്ക്ക് ഏതാനും ദിവസം മുമ്പ് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ ഹിന്ദുക്കൾക്കെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇത് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നത് എന്തിനാണ്? ആഭ്യന്തരമായി തകർന്നുകൊണ്ടിരിക്കുകയും ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം എന്തിനാണ് ഇത്ര അപകടകരമായ ഒരു നീക്കത്തിന് മുതിരുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പാകിസ്ഥാനിലെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളെ നോക്കിയാൽ പോരാ, മറിച്ച് അവിടുത്തെ യഥാർത്ഥ ശക്തി കേന്ദ്രം, അതായത് സൈന്യത്തെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പതിറ്റാണ്ടുകളായി പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ സൈന്യമാണ് ദേശീയ നയം രൂപീകരിക്കുന്നത്. അവരിപ്പോൾ മനഃപൂർവ്വം സംഘർഷം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ 3 കാരണങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതിലാദ്യത്തേത് പാകിസ്ഥാനിലെ ആഭ്യന്തര തകർച്ചയും ശ്രദ്ധ തിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും എന്താണെന്നാണ്. സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയവും സമാധാനവുപരമായ പ്രതിസന്ധികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഒരു ഇന്ത്യാവിരുദ്ധ ദേശീയത സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു പരമ്പരാഗത തന്ത്രമാണ്. 1965-ലെ ഇന്ത്യ-പാക് യുദ്ധം, 1999-ലെ കാർഗിൽ യുദ്ധം, 2000-ങ്ങളിലെ അതിർത്തി സംഘർഷങ്ങൾ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. പാകിസ്ഥാൻ നിലവിൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പണപ്പെരുപ്പം 30% കടന്നു. പാകിസ്ഥാൻ രൂപയുടെ മൂല്യം ഇടിയുകയാണ്. തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്തു. IMF, ചൈന, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം കൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. സുരക്ഷാ രംഗത്ത് നോക്കിയാൽ പാകിസ്ഥാൻ താലിബാൻ വീണ്ടും സൈന്യത്തെയും പോലീസിനെയും ആക്രമിക്കുന്നുണ്ട്. ഒരു കാലത്ത് സഖ്യകക്ഷിയായിരുന്ന അഫ്ഗാൻ താലിബാൻ പോലും ഇപ്പോൾ ഭീഷണിയായി കണക്കാക്കപ്പെടുന്നുണ്ട്. ബലൂചിസ്ഥാനിൽ വിഘടനവാദികൾ ചൈനീസ് ധനസഹായത്തോടെയുള്ള പദ്ധതികളെ ലക്ഷ്യമിടുന്നുണ്ട്. രാഷ്ട്രീയപരമായും സ്ഥിതിഗതികൾ അസ്ഥിരമാണ്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സൈന്യം കൃത്രിമം കാണിച്ചുവെന്ന് ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ ഇടക്കാല സർക്കാരിന് പൊതുജനങ്ങളുടെ ഇടയിൽ അംഗീകാരം വേണ്ടത്രയില്ല. ഒപ്പം ജനറൽ മുനീർ കടുത്ത സമ്മർദ്ദത്തിലാണ്. സ്വന്തം രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പോലും മുനീറിന് സുരക്ഷിതമായി സഞ്ചരിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിപ്പിച്ച് ഒരു ദേശീയ ശ്രദ്ധാകേന്ദ്രം സൃഷ്ടിക്കുന്നത് പല ലക്ഷ്യങ്ങൾക്കും സഹായിക്കും. പൊതുജനങ്ങളുടെ രോഷം വഴിതിരിച്ചു വിടുക, ഇന്ത്യാവിരുദ്ധ ദേശീയതയിലൂടെ രാജ്യത്തെ ഒന്നിപ്പിക്കുക, വിമർശകരെ നിശബ്ദരാക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രീതി പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്. 1965-ൽ അയ്യൂബ് ഖാൻ്റെ ഭരണകാലത്തും 1999-ൽ ജനറൽ മുഷറഫിൻ്റെ കാർഗിൽ സാഹസികതയിലും 2000-ങ്ങളിലെ ചെറിയ തോതിലുള്ള അതിർത്തി സംഘർഷങ്ങളിലും ആഭ്യന്തര അസ്ഥിരതയെ തുടർന്ന് പലപ്പോഴും ബാഹ്യ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീരിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് മുനീർ വീണ്ടും ദേശീയ ശ്രദ്ധയെ പുറത്തേക്ക് തിരിക്കാൻ ശ്രമിക്കുകയായിരിക്കാം. രണ്ടാമതായി, സൈനിക മേധാവിത്വം വീണ്ടെടുക്കാൻ കാശ്മീർ കാർഡ് അവർ പുതുക്കുന്നു. കാശ്മീരിനെ പാകിസ്ഥാൻ എപ്പോഴും രാഷ്ട്രീയപരവും പ്രത്യയശാസ്ത്രപരവുമായ ഒരു ഉപകരണമായി ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ പഹൽഗാം ആക്രമണം ഭയാനകമായ ഒരു പുതിയ തന്ത്രം കാണിക്കുന്നു. മുസ്ലിങ്ങളല്ലാത്തവരെ ലക്ഷ്യമിട്ടുള്ള വർഗീയ ആക്രമണം. ഇന്ത്യയുടെ വിഭജനത്തെ മതപരമായ അടിസ്ഥാനത്തിൽ ന്യായീകരിച്ച ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുനീർ പരാമർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത് സംഭവിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ സംസാരത്തിൽ ഇന്ത്യാവിരുദ്ധ വാചകങ്ങൾ പുതിയതല്ലെങ്കിലും അതിലേക്കൊരു വർഗീയ സ്വരം ചേർക്കുന്നത് അപൂർവവും അപകടകരവുമാണ്. മുനീറിൻ്റെ വാക്കുകളും മതപരമായ ലക്ഷ്യങ്ങളോടെയുള്ള കൂട്ടക്കൊലയും തമ്മിൽ ബന്ധമുണ്ടായിരിക്കാം. കാശ്മീരിൽ വീണ്ടും സംഘർഷം ആളിക്കത്തിക്കുകയും ശക്തമായ ഇന്ത്യൻ പ്രതികരണം പ്രകോപിപ്പിക്കുകയുമാണ് ലക്ഷ്യം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭീഷണി നേരിടുന്ന രാജ്യത്തിൻ്റെ അവസാനത്തെ രക്ഷകനായി പാകിസ്ഥാൻ സൈന്യത്തെ ചിത്രീകരിക്കാൻ മുനീർ പ്രതീക്ഷിക്കുന്നു. ഇനി രാജ്യം യുദ്ധത്തിലേക്ക് അടുക്കുകയാണെങ്കിൽ പോലും പാകിസ്ഥാൻ്റെ പ്രത്യയശാസ്ത്രപരമായ അതിർത്തികളുടെ സംരക്ഷകനായി സ്വയം സ്ഥാനമുറപ്പിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. മൂന്നാമതായി, ചൈനയുടെ വിശാലമായ ജിയോ പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങൾ. ചൈന നിലവിൽ പാകിസ്ഥാനുമായി നല്ല ബന്ധം പുലർത്തുന്നു. പ്രത്യേകിച്ചും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചൈനയും തമ്മിലുള്ള വ്യാപാര രംഗത്തെ സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ
രാഷ്ട്രീയപരമായ സ്ഥിരതയില്ലായ്മയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പോലുള്ള സ്വന്തം പ്രശ്നങ്ങളാൽ വലയുന്ന പാകിസ്ഥാൻ യുഎസിൻ്റെ സ്വാധീനം കുറയ്ക്കാനും ദക്ഷിണേഷ്യയിലെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ശ്രമിക്കുന്ന ചൈനയ്ക്ക് ഒരു പ്രധാന പങ്കാളിയായി മാറിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളും പരസ്പരം ഉയർന്ന താരിഫ് ചുമത്തിയ യുഎസ് ചൈന വ്യാപാര യുദ്ധം ആഗോള വ്യാപാരത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ വ്യാപാര സംഘർഷങ്ങളുടെ പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കാൻ ചൈന വഴികൾ തേടുന്നതിനാൽ പാകിസ്ഥാൻ അവർക്ക് കൂടുതൽ വിലപ്പെട്ടതാകുന്നു. ഇന്ത്യയുമായി ഒരു ചെറിയ തോതിലുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ ഏർപ്പെട്ടാൽ അത് ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായയെയും സാമ്പത്തിക വളർച്ചയെയും ദോഷകരമായി ബാധിക്കുമെന്നും ചൈനയ്ക്ക് ഉറപ്പുണ്ട്. വ്യാപാര യുദ്ധം കാരണം ചൈനയിൽ നിന്ന് പിന്മാറുന്ന അന്താരാഷ്ട്ര കമ്പനികൾ ഇന്ത്യയെ ഒരു അസ്ഥിര രാജ്യമായി കാണുകയോ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് കരുതുകയോ ചെയ്താൽ അവർ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നത് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഇത് ചൈനയ്ക്ക് ഗുണം ചെയ്യും. കാരണം ഇതൊരു ബദൽ ഉൽപ്പാദന നിക്ഷേപ കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ വളർച്ചയെ മന്ദഗതിയിലാക്കും. ഇത്തരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പരിമിതമായ സംഘർഷം പോലും ചൈനയ്ക്ക് ഗുണകരമാകും. കാരണം അത് ഇന്ത്യയെ ശ്രദ്ധ തിരിക്കുകയും ആഗോള ബിസിനസ്സുകൾക്ക് ആകർഷണം കുറയ്ക്കുകയും ചെയ്യും. ഇനി ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ വെല്ലുവിളി എന്താണെന്ന് നോക്കാം. പഹൽഗാം ആക്രമണം ഇന്ത്യയെ കടുത്ത ധർമ്മസങ്കടത്തിലാണ് ആക്കിയിരിക്കുന്നത്. ആക്രമണം നടത്തിയവരെ ഭൂമിയുടെ ഏതറ്റം വരെയും പിന്തുടരുമെന്ന് മോദി ശക്തമായ സന്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ മുനീറിൻ്റെ കെണിയിൽ വീഴാതെ പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യയുടെ യഥാർത്ഥ വെല്ലുവിളി. ധൃതി പിടിച്ചോ വികാരപരമായോ ഉള്ള ഒരു സൈനിക പ്രതികരണം പാകിസ്ഥാന് അനുകൂലമായേക്കാം. ഇത് മുനീറിന് അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു യുദ്ധം നൽകുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം ഇതിലൂടെ ശക്തിപ്പെടുകയും ചെയ്യും. മറുവശത്ത് പ്രതികരിക്കാതിരിക്കുന്നത് ഇന്ത്യയുടെ വിശ്വാസ്യതയെയും പ്രതിരോധ ശേഷിയെയും ദോഷകരമായി ബാധിച്ചേക്കാം. ഇന്ത്യ അതിൻ്റെ അടുത്ത നടപടികൾ വിവേകപൂർവ്വം തിരഞ്ഞെടുക്കണം. പ്രതികാരത്തിനല്ല, മറിച്ച് പ്രതിരോധ ശേഷി പുനഃസ്ഥാപിക്കാനും തന്ത്രപരമായ മേധാവിത്വം നിലനിർത്താനും മുനീറിൻ്റെ സംഘർഷം ഒഴിവാക്കാനും ശ്രമിക്കണം. നയതന്ത്രം, സൈനിക ശക്തി, അന്താരാഷ്ട്ര പിന്തുണ എന്നിവയിലൂടെ സന്തുലിതമായ സമീപനത്തിലൂടെ മാത്രമേ പാകിസ്ഥാൻ്റെ ഗൂഢലക്ഷ്യങ്ങൾ പരാജയപ്പെടുത്താനും കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും കഴിയൂ. മുൻപ് ആരോ പറഞ്ഞതുപോലെ ഒരു യുദ്ധം ആവശ്യമില്ലാത്ത വിജയമാണ് ഏറ്റവും വലിയ വിജയം.